ഹലോ, എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും കനകദുർഗയുടെയും നവ്യയുടെയും അഭിയുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നോക്കാട്ടോ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് അഭിയെ വെട്ട് സതീശൻ വിളിക്കുന്നു. അപ്പോൾ എന്നെ പുറത്തിറക്കിയില്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യവും നമ്മുടെ അനന്തപുരിയിൽ അറിയിക്കും, അനന്തപുരിയിൽ അറിയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാനം പുറത്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്. അപ്പോൾ വെട്ട് സതീശൻ്റെ ഈ ഭീഷണിയെ ഭയന്നിട്ട് അഭി എന്ത് ചെയ്യുന്നു, വക്കീലിനെ വിളിക്കുന്നു. അപ്പോൾ വക്കീൽ ഒരു 10 ലക്ഷം രൂപ അറേഞ്ച് ചെയ്യാൻ പറയുന്നു. 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ ഇപ്പോൾ എന്തായാലും അഭിയുടെ കയ്യിൽ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. അപ്പോഴാണ് നവ്യയുടെ കയ്യിൽ വളകാപ്പിനായിട്ട് മുത്തശ്ശി കൊടുത്തിരിക്കുന്ന പരമ്പരാഗത ഗോൾഡൊക്കെ കാണുന്നത്. അങ്ങനെ അഭിയുടെ മനസ്സിലൊരു ഐഡിയ തെളിയാണ്. നവ്യയോട് പറയാണ്, മോളെ നമ്മൾ എത്ര കാലമാണെന്ന് വെച്ച് കഴിഞ്ഞാലാണ് ഇങ്ങനെ കടയിൽ ജ്വല്ലറിയിൽ ഒരു സെയിൽസ്മാനെ പോലെ വർക്ക് ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ഗോൾഡിൻ്റെ. അതുകൊണ്ടേ ഈ ഗോൾഡൊക്കെ ഒന്ന് കുറച്ച് ദിവസത്തേക്ക് പണയം വെക്കാൻ തരാൻ പറയുകയാണ്. പക്ഷേ നവ്യ അപ്പം തന്നെ പറയുകയാണ്, എന്തായാലും ഒരു കാരണവശാലും ഗോൾഡ് ഞാൻ തരില്ല, ഇതെല്ലാം മുത്തശ്ശിയുടെയാണ്, തിരിച്ചു കൊടുക്കേണ്ടതാണ്. പിന്നെ അത് തന്നെയല്ല, ഭർത്താവിനേക്കാളും മിക്ക പെണ്ണുങ്ങൾക്കും വലുത് ഗോൾഡ് തന്നെയാണ്. അത് തുറന്നു പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. നീ ഒരു ഭർത്താവിൻ്റെ കടമകൾ കൃത്യമായിട്ട് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുമില്ല. നീ എന്നെ സ്നേഹിക്കുന്നുമില്ല. ആദർശേട്ടൻ കണ്ടില്ലേ നയനയെ എങ്ങനെയൊക്കെയാണ് സ്നേഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി വരെ അവർ കറങ്ങാൻ പോയിട്ടാണ് വന്നത് എന്നൊക്കെ ഡയലോഗ് അടിക്കുന്നുണ്ട്. എന്നിട്ട് കിട്ടിയ ആ സ്വർണം മുഴുവൻ നമ്മുടെ നവ്യ കൊണ്ടുവന്ന് കബോർഡിൽ വെച്ച് പൂട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ട അഭിയാണെങ്കിൽ നവ്യ പോയപ്പോഴത്തേക്കും ആ സ്വർണ്ണമൊക്കെ ആരും അറിയാതെ എടുത്ത് ഒരു ബോക്സിലാക്കിയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. പക്ഷേ താഴെയാണെങ്കിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അഭിയാണെങ്കിൽ ഈ സ്വർണം മറച്ചു പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ ആദർശ് വേഗം തന്നെ അഭിയെ വിളിക്കുകയാണ്. അപ്പോൾ അഭി ഞെട്ടുന്നുമുണ്ട്. ഓഫീസിൽ വരാത്ത കാര്യത്തെക്കുറിച്ച് ചോദിക്കാനായിട്ടാണ് ആദർശ് സത്യത്തിൽ വിളിച്ചത്. പക്ഷേ അതിനുശേഷം ആദർശിൻ്റെ ശ്രദ്ധ അഭിയുടെ കയ്യിലെ ആ ഒരു ബോക്സിലേക്ക് ആവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അത് സ്വർണം കൊണ്ടുപോകുന്ന ബോക്സ് ആണെന്നുള്ളത് ആദർശിന് മനസ്സിലാവുകയും അതെന്താണെന്ന് കാണിക്കാൻ പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ ആദർശ് അഭിയെ കയ്യോടുകൂടി പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്കിനി നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നതെന്നുള്ളത്. എന്തായാലും അഭിയുടെ കയ്യിൽ നിന്ന് ആഭരണങ്ങളൊക്കെ നിലത്ത് പോവാണ്. അപ്പോൾ ഇതെല്ലാവരും കാണുകയാണ്. അപ്പോൾ മുത്തശ്ശിയും ചോദിക്കുകയാണ്, അല്ല ഇത് നവ്യയ്ക്ക് ഞാൻ വളകാപ്പ് ചടങ്ങിന് എടുത്തു കൊടുത്ത ആഭരണങ്ങളാണല്ലോ, അവളും കൂടെ അറിഞ്ഞിട്ടാണോ നീ ഇതൊക്കെ ആയിട്ട് പോകുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അഭിയാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിലാണ്. ഇനി എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. പിടിക്കപ്പെട്ടല്ലോ ദൈവമേ എന്നിങ്ങനെ ഓർക്കുകയാണ്. ജലജയും അടുത്തിരിപ്പുണ്ട്. പക്ഷേ ജലജയ്ക്കൊന്നും മിണ്ടാൻ പറ്റില്ലല്ലോ. കാരണം അഭിനെ സപ്പോർട്ട് ചെയ്തിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ അഭിയുടെ കൂടെ ജലജയുണ്ടെന്ന് അല്ലെങ്കിൽ ജലജയ്ക്കും ഇതിൽ പങ്കുണ്ടെന്നുള്ളത് വീട്ടുകാർക്ക് തോന്നുമല്ലോ. അതുകൊണ്ട് ജലജ മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നവ്യ കൃത്യസമയത്ത് അവിടെ എത്തുകയാണ്. അപ്പോൾ നവ്യ ചോദിക്കുകയാണ്, എല്ലാവരും എന്തിനാണ് ഈ അഭിയെ പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ആദർശ് പറയുകയാണ്, അല്ല പിന്നെ അവൻ ഈ സ്വർണ്ണമൊക്കെ ആയിട്ട് പോകുന്നത് കണ്ടിട്ട് പിടിച്ചു നിർത്തിയതാണെന്ന് വയ്ക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, നവ്യ നീ അറിഞ്ഞുകൊണ്ടാണോ ഇതൊക്കെ അവനെടുത്തിട്ട് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നവ്യ ചോദിക്കുകയാണ്, അല്ല അഭി സ്വർണ്ണങ്ങൾ എടുത്തുകൊണ്ട് പോയാൽ തന്നെ എന്താ കുഴപ്പം? ഞാനാണ് അഭിയുടെ കയ്യിൽ സ്വർണ്ണം ഏൽപ്പിച്ചത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ സ്വർണ്ണമല്ല മുത്തശ്ശി, അതുകൊണ്ട് അതൊന്ന് പോളിഷ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അഭിയുടെ കയ്യിൽ കൊടുത്തയച്ചതെന്ന് പറയാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശി ചോദിക്കുകയാണ്, ഓഹോ അതായിരുന്നല്ലേ കാര്യം എന്ന് പറയാണ് കേട്ടോ. അതേന്ന് പറയാണ് നവ്യ. അപ്പോഴത്തേക്കും അഭി ആകെ ഞെട്ടുകയാണ്. കാരണം നവ്യ നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കണോ? നവ്യ എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണോ? ഇത് അവൾ പോലും അറിയാതെ ഞാൻ കട്ടെടുത്ത് പോകുന്നതാണല്ലോ, എന്നിട്ടും അവൾ എന്നെ സപ്പോർട്ട് ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അഭി ആകെ ഇങ്ങനെ ആശ്ചര്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ്, ഇവൾ പറയുന്നത് സത്യമാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അഭിനോട്. അപ്പോൾ അഭി പറയാണ്, അതേ മുത്തശ്ശ, ഞാനാണെങ്കിൽ നവ്യയുടെ വളകാപ്പ് ചടങ്ങൊക്കെ നടക്കുകയല്ലേ, നവ്യയാണെങ്കിൽ സ്വർണ്ണത്തിൽ കുളിച്ച് നിൽക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാനൊരു മൂർത്തിസ് ജ്വല്ലറിയിൽ വെറും ഒരു എംപ്ലോയി മാത്രമാണല്ലോ, അപ്പോൾ എനിക്കതിനൊന്നും സാധിക്കില്ല എന്നൊക്കെ നവ്യയോട് പറഞ്ഞ സമയത്ത് നവ്യ പറഞ്ഞത്, വിഷമിക്കേണ്ട മുത്തശ്ശി, എനിക്ക് വളകാപ്പ് ചടങ്ങിനുള്ള സ്വർണ്ണങ്ങളൊക്കെ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പഴയ സ്വർണ്ണങ്ങളായതുകൊണ്ട് ധാരാളം പൊടി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്ന് പോളിഷ് ചെയ്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് നവ്യയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പോകുന്നതാണെന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ട ഉടനെ തന്നെ ജലജ പറയാണ്, കേട്ടോ ഇതാണ് ഇവിടെ നടന്നത്. എന്നിട്ടോ എൻ്റെ മോൻ എല്ലാവരും കൂടി ഇപ്പോൾ കള്ളനാക്കി. അല്ലെങ്കിലും എനിക്കും എൻ്റെ മോനോ ഇവിടെ വലിയ വിലയുണ്ടോ? എൻ്റെ മോൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ വിഷയമാകും. നവ്യ ഇപ്പോൾ പറഞ്ഞില്ലായിരുന്നെങ്കിലോ എൻ്റെ മോനൊരു കള്ളനായി തീർന്നേനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ജലജ അവിടെ കിടന്ന് പെയ്ത് പെറുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തച്ഛൻ പറയാണ്, നിൻ്റെ മോനെ എല്ലാവരും കുറ്റം പറയുന്നുണ്ടെങ്കിൽ നിൻ്റെ മോൻ്റെ സ്വഭാവം അതുപോലെ ആയതുകൊണ്ടിട്ടാണ് അല്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ജലജ പറയാണ്, എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പോൾ നവ്യ വന്നിങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ മോനെ എല്ലാവരും കൂടെ കള്ളനാക്കില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ.
അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് മോഷ്ടിക്കേണ്ട കാര്യമൊന്നും എൻ്റെ മോന് വന്നിട്ടില്ല എന്ന് പറയണം. അപ്പോഴത്തേക്കും അഭി പറയണം അമ്മ ഒന്നും മിണ്ടാതിരിക്കാൻ പറയുകയാണ്. അപ്പോഴത്തേക്കും ജലജ പറയുകയാണ് നീ ഒന്നും മിണ്ടാതിരിക്കട്ടെ ഇറക്കാം, പറയാനുള്ള കാര്യം എല്ലാവരുടെ മുന്നിൽ നോക്കി എപ്പോഴാണെങ്കിലും പറയണം എന്ന് പറയണം കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയാണ് ഇനിയിപ്പോൾ ഇതൊന്നും കൂടുതൽ പറയാൻ നിൽക്കണ്ട എന്ന് പറയാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയാണ് അല്ല പോളിഷ് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ നമ്മുടെ കടയിൽ തന്നെ ഉണ്ടല്ലോ, പിന്നെ നീ എന്തിനാ ഇതുമായിട്ട് പുറത്തു പോകുന്നതെന്ന് പറയാണ്. അപ്പോഴത്തേക്കും അഭി പറയാണ് അല്ല പിന്നെ അവരെ വിഷമിപ്പിക്കേണ്ട അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പുറത്ത് കൊണ്ടുപോയി ചെയ്യിക്കാമെന്ന് വിചാരിച്ചതെന്ന് പറയാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയാണ് ശരി എന്തായാലും ഇത് സേഫായിട്ട് കൊണ്ടുപോയി വെക്കുമെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അഭി ഇത് ഈ സ്വർണ്ണമായിട്ട് റൂമിലേക്ക് പോവാണ്. അപ്പോഴത്തേക്കും നവ്യ അവിടെ വരികയാണ്. നവ്യ വന്നിട്ട് പറയണം നീ റൂമിലേക്ക് വാ ഞാൻ തരണ്ട് എന്ന് പറയാണ് കേട്ടോ. പക്ഷേ ഈ നവ്യയും അതുപോലെ തന്നെ അഭിയൊക്കെ പറയുന്ന ഈ കാര്യങ്ങൾ നയനയും ആദർശും മാത്രം വിശ്വസിക്കുന്നില്ല കേട്ടോ. അവർക്ക് എവിടെയൊക്കെ ഒരു കള്ളത്തരം ഫീൽ ചെയ്യുന്നുണ്ട്. നവ്യയുടെ വർത്തമാനങ്ങളിലും അഭിയുടെ വർത്തമാനങ്ങളിലൊക്കെ ഒരു മാച്ചിങ് ഇല്ലാത്തതുപോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നവ്യ റൂമിൽ ചെന്നപ്പോൾ തന്നെ അഭിയോട് പറയുകയാണ് നിങ്ങൾക്ക് നാണമില്ല മനുഷ്യ, ഞാൻ പറഞ്ഞില്ലേ ഇത് മുത്തശ്ശി തന്ന സ്വർണ്ണമാണ്, ഇത് വളകാപ്പ് ചടങ്ങ് കഴിഞ്ഞ ഉടനെ ഞാൻ തിരിച്ചു കൊടുക്കേണ്ടതാണ്, എങ്ങാനും ഇത് പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇപ്പോൾ നാണം കെട്ടി ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നേനെ, ഒരു പൈസ പോലും മുത്തശ്ശൻ തരില്ലായിരുന്നു, നമുക്ക് ഒരു ചില്ലിക്കാശില്ലാണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നേനെ, നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിക്കാനാട്ടോ. അപ്പോൾ അഭിയാണെങ്കിൽ ആകെ കൂടെ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് ഇമാതിരിയുള്ള വർത്തമാനം പറയുന്നു എന്ന് ചോദിച്ചിട്ട് നവ്യയെ അടിക്കാനായിട്ട് കയ്യോ കണ്ടോ. അപ്പോഴത്തേക്കും നവ്യൊക്കെയാണ് ചുണയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്നെ അടിച്ചു നോക്ക്, ഞാനിപ്പോൾ തന്നെ സത്യം ചെയ്ത് എല്ലാവരോടും പറയുമെന്ന് പറയാണ്. ആ കൈ അതേപോലെ തന്നെ അഭി താഴ്ത്തുകയാണ് കേട്ടോ. അപ്പോൾ അഭി പറയാണ് നിന്നേക്ക് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം, നിന്നെ കിട്ടിയ അന്ന് മുതൽ തുടങ്ങിയതാണ് എൻ്റെ കഷ്ടകാലം എന്ന് പറയണം. അപ്പോഴത്തേക്കും നവ്യ പറയണം കഷ്ടകാലമല്ല നല്ല കാലം, ഇപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവരുടെ മുന്നിൽ നീ കള്ളനാവാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് കൊണ്ടിട്ട് എല്ലാവരും അത് വിശ്വസിച്ചു, ഇനിയിപ്പോൾ ഞാൻ അവിടെ വന്നില്ലായിരുന്നെങ്കിലോ നീ കയ്യോടുകൂടി പിടിക്കപ്പെട്ടേനെ, അപ്പോൾ നല്ല കാലമല്ല നിനക്ക് ഉണ്ടായേക്കണേ ഞാൻ കാരണം എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അഭി പറയണം പിന്നെ നല്ല കാലം, നിനക്കിത് മുത്തശ്ശി തന്ന സ്വർണ്ണമാണ്, ഈ വീട്ടിലെ സ്വർണ്ണമാണ്, നിനക്കിത് അവകാശപ്പെട്ടൊന്നും അല്ല എന്ന് പറയണം. അപ്പോഴത്തേക്കും നവ്യ പറയണം എനിക്ക് അവകാശപ്പെട്ടതല്ല, ഇതെനിക്ക് ഇടാൻ തന്നതാണ്, പക്ഷേ പണയം വെക്കാൻ തന്നതല്ല എന്ന് പറയണം കേട്ടോ. അപ്പോൾ അഭി പറയണം മര്യാദയ്ക്ക് നീ എനിക്കിത് തന്നിരുന്നെങ്കിലോ എനിക്കിങ്ങനെ നാണം കെടേണ്ട ആവശ്യം ഉണ്ടാവുമോ എന്ന് ചോദിക്കണം കേട്ടോ. അപ്പോഴത്തേക്കും നവ്യ പറയാണ് അല്ല നീ ചോദിച്ചപ്പോൾ ആ സ്വർണ്ണമൊക്കെ എടുത്ത് ഞാൻ നിൻ്റെ കയ്യിലോട്ട് തന്നിരുന്നെങ്കിലേ നീ കൊണ്ടേ പണയം വെക്കുമായിരുന്നു, പിന്നീട് ഈ സ്വർണ്ണം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും, ഇനി ഞാനങ്ങനെ പറയാതെ വരുമ്പോഴത്തേക്കും മുത്തശ്ശിയോ അല്ലെങ്കിൽ വീട്ടുകാരെല്ലാവരും കൂടെ പറയും ഞാൻ സ്വർണ്ണം കട്ടുന്നോ ഞാൻ ആർക്കെങ്കിലും കൊടുത്തുന്നോ ഒക്കെ പറയും, അങ്ങനെ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയേനെ, എന്തായാലും നിൻ്റെ പ്ലാനൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതൊന്നും നടക്കില്ല, നിൻ്റെ പ്ലാനൊക്കെ നിൻ്റെ കയ്യിൽ വെച്ചാൽ മതി, ആ രീതിയിൽ നവ്യം അഭിയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അഭിയുടെ പ്ലാനൊക്കെ ഏറെക്കുറെ നവ്യയ്ക്ക് മനസ്സിലായി, ഇപ്പോൾ കുറേ കാലമായല്ലോ നവ്യ അഭിയുടെ കൂടെ കൂടിയിട്ട്. അതും പറഞ്ഞ് നവ്യ കിട്ടിയ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയി പിന്നെ അലമാരിയിൽ വെച്ച് പൂട്ടി താക്കോലും എടുത്തിട്ട് നവ്യ പോവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അഭി പറയണം നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞല്ലേ നീ മാതിരിയുള്ള അഹങ്കാരമൊക്കെ കാണിക്കുന്നത്, അത് ജനിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്കറിയാം എന്നിങ്ങനെ മനസ്സിൽ പറയാം കേട്ടോ. ഇനി അടുത്ത സീനിൽ കാണിക്കുന്നത് ജലജയാണ് കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിൽ കുറച്ച് സ്നാക്സൊക്കെ എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോവാണ് രാത്രി കേട്ടോ. അപ്പോഴത്തേക്കും ജലജയുടെ മനസ്സിൽ ഇങ്ങനെ വരുവാണ് കനക എന്തായാലും ഇന്ന് എൻ്റെ റൂമിൽ കിടക്കാൻ വരും, അവളെ കിടത്തരുത്, ഇന്ന് അടിപൊളി ഒരു പണി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് സ്നാക്സൊക്കെ എടുത്ത് പോവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കനകയാണെങ്കിൽ ജലജ അടുക്കളയിലേക്ക് കയറി പോകുന്നത് സ്നാക്സ് എടുക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കനക പറയാണ് എപ്പോഴും എൻ്റെ മോളെ കൊണ്ട് പണിയെടുപ്പിച്ച് ഇങ്ങനെ ഇരുന്ന് തിന്നാൽ മതിയല്ലോ, നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്, എന്തായാലും ഇന്ന് നിൻ്റെ റൂമിലോട്ട് വരട്ടെ, നിനക്കുള്ള 8ൻ്റെ പണി ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയണം കേട്ടോ. അങ്ങനെ എന്തായാലും കനകയാണെങ്കിൽ യോഗ ചെയ്യാൻ പോകണമെന്നുള്ള പേരിൽ ഒരു മൂലയിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ റൂമിൻ്റെ. അത് ജലജ കാണുന്നില്ല, ജലജ സ്നാക്സൊക്കെ ആയിട്ട് അത് കഴിച്ചുകൊണ്ട് വന്നിങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം തന്നെ യോഗ ചെയ്യുന്നതിൻ്റെ ഇടയിൽ വലിയൊരൊച്ച നമ്മുടെ കനക ഉണ്ടാക്കുകയാണ്. ഇത് കേട്ട ഉടനെ തന്നെ ജലജ പേടിച്ച് കയ്യിലിരുന്ന സ്നാക്സൊക്കെ നിലത്ത് പോവുക. അപ്പോൾ ജലജ ചോദിക്കുകയാണ് നീ ഇതെന്തെന്നാ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും കനക പറയുകയാണ് ഞാൻ യോഗ ചെയ്യുകയാണ്, ഇന്നലെ രാത്രി ഭയങ്കര കൂളിംഗ് ആയതുകൊണ്ട് സിക്ക് ഭയങ്കര കൂളിംഗ് ആയതുകൊണ്ട് എനിക്ക് മര്യാദക്ക് ഉറങ്ങാൻ പറ്റിയില്ല, അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടും ക്ഷീണം പോകാനായിട്ടും യോഗ ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ജലജ ചോദിക്കുകയാണ് ഇതൊക്കെയാണോ നിൻ്റെ യോഗ, ഇനി ഇമാതിരി വൃത്തികേടും കൊണ്ട് ഈ റൂമിലോട്ട് കയറി വരരുത്, നീ നിൻ്റെ പെൺമക്കളും കൂടെ ഈ കുടുംബത്തിൽ കാല് വെച്ചോ അന്ന് തുടങ്ങിയതാണ് ഈ കുടുംബത്തിൻ്റെ തകർച്ച എന്ന് പറയണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കനക വെറുതെ വിടുമോ, കനക പറയണേ എൻ്റെ മക്കളെ ഇവിടെ കയറി വന്നതിന് ശേഷമാണ് ഈ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടായത് എന്ന് പറയണം കേട്ടോ. അപ്പോഴേക്കും ജലജ പറയാണ് നീ നിൻ്റെ പെൺമക്കളും തന്നെ അടി ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരസ്പരം ഞങ്ങൾ അങ്ങോട്ടും കൂടെ അടിയുണ്ടാക്കാൻ കാരണം നിൻ്റെ പെൺമക്കൾ കയറി വന്ന ഐശ്വര്യം തന്നെ അടി എന്ന് പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും ജലജ പറയണേ നിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് ഞാൻ എല്ലാവരുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നുണ്ട്, അധികം നാൾ നിൻ്റെ സ്വഭാവം മറച്ചു വയ്ക്കാനൊന്നും സാധിക്കില്ല എന്നും കനക പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ല ടോം ആൻഡ് ജെറി ഫൈറ്റ് നടക്കുന്നുണ്ട് കേട്ടോ.
അടുത്ത സീനിൽ കാണിക്കുന്നത് ആദർശിനെയും നയനയുമായിട്ടോ. അപ്പം നയന റൂമിലേക്ക് വരികയാണ് പണിയൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെ നയനയുടെ തലോണയും ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കൈ പൊക്കുകയാണ് കേട്ടോ. സാധനം എടുക്കാൻ വേണ്ടിയിട്ട് കൈ പൊക്കുകയാണ് മോളിൽ നിന്ന്. അതേസമയം തന്നെ നയനയുടെ ഇടുപ്പ് പെട്ടെന്ന് ഉളുക്കുകയാണ്. അപ്പോൾ നയന ആ വേദന കൊണ്ട് അയ്യോ എന്നിങ്ങനെ പറയണം, അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ കരയാണ് കേട്ടോ. അപ്പോൾ അതേസമയം തന്നെ ആദർശിന് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആദർശ് നയനയോട് ചോദിക്കണം, അല്ല നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അപ്പോഴത്തേക്കും ആദർശിട്ട് എനിക്ക് അറിയില്ല, എനിക്ക് പെട്ടെന്ന് ഇടുപ്പിന് പെട്ടെന്നൊരു വേദന വന്നു എന്ന് പറയണം. പെട്ടെന്ന് തന്നെ ആദർശ് ഇനി അങ്ങനെ അവൾ തീരുമാനം പറയുമോ ദൈവമേ, അത് കാരണം മിണ്ടാതെ സൈലൻ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശിനോട് നയന പറയണം, നിങ്ങളൊരു മനുഷ്യനാണോ, ഞാൻ വേദന എടുത്ത് പൊളയുകയാണ്, ഞാൻ ബാം പുരട്ടാൻ നോക്കിയിട്ട് ബാമല്ല മരുന്നിടാൻ നോക്കിയിട്ട് എനിക്ക് സാധിക്കുന്നില്ല, എൻ്റെ കൈ എത്തുന്നില്ല, നിങ്ങളൊന്ന് തിരുമ്മിത്തരാൻ പറയണം കേട്ടോ. അപ്പോൾ ആദർശ് പറയുകയാണ് ഞാനോ എന്ന് പറയണം. അപ്പോൾ ആദർശിനോട് നയന പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, നിങ്ങൾ എന്ത് നീ കാണിക്കുന്നൊന്ന് വാ മനുഷ്യൻ, നിങ്ങൾക്ക് ഇത്രയും കണ്ണിച്ചോരില്ലെന്ന് പറയാണ്ട്. അങ്ങനെ ആദർശ് എഴുന്നേറ്റ് വരികയാണ് കേട്ടോ. അല്ല ഞാൻ തിരുമണം എന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഇതിപ്പോൾ ഒരു ഇങ്ങനൊരു സ്പോട്ടായി പോയില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നയന ചോദിക്കുകയാണ്, എന്ത് സ്പോട്ട്, നിങ്ങളെൻ്റെ ഭർത്താവല്ലേ, ഒന്ന് തിരുമ്മിത്തരാൻ പറയാണ് കേട്ടോ. അങ്ങനെ ആദർശ് കണ്ണടച്ച് നയനയുടെ ഇടുപ്പിൽ തിരുമാനിയിട്ട് പോവാണ്. അപ്പോഴത്തേക്കും നയന ചോദിക്കുകയാണ്, അല്ല ഇങ്ങനെ കണ്ണടച്ച് തിരുമ്മി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരുമാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നയന ആദർശിൻ്റെ കൈ പിടിച്ച് ഇടുപ്പിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ സമയത്ത് ഇവർക്കിടയിൽ ചെറിയ രീതിയിൽ റൊമാൻസൊക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അവർ പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിയുമ്പോൾ ആദർശാണെങ്കിൽ നയനയോട് ചോദിക്കുകയാണ്, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നയന വിചാരിക്കുകയാണ് എന്തായാലും റൊമാൻസൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്, എൻ്റെ കാര്യം ഒരിക്കലും ആദർശേട്ടൻ ചോദിക്കാൻ പോകുന്നതെന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ നയന പറയും എന്തായാലും ചോദിക്കുമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് ചോദിക്കുകയാണ്, അല്ല നീ അന്ന് അമ്പലത്തിൽ പോയിരുന്നില്ലേ, അതെന്തിനായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയം തന്നെ നയന അങ്ങ് നാഗവല്ലി കയറുന്നത് പോലെ ഇങ്ങോട്ട് നയനയ്ക്ക് കയറുകയാണ്. നയന വേഗം തന്നെ ആ കൈ അങ്ങ് തട്ടി മാറ്റിയിട്ട് പറയുകയാണ്, ഓ ഇതായിരുന്നു ചോദിക്കാനായിട്ട് ഉദ്ദേശിച്ചല്ലേ, എന്തായാലും ഇത് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചില്ല, പറയില്ല എന്ന് വെച്ചാൽ പറയില്ല, നിങ്ങളതൊരിക്കലും അറിയാനും പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നയന അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ. നയന ആദർശിനോട് പറയാണ്, അങ്ങനെ ഞാൻ വേദന സഹിച്ച് അങ്ങ് കിടന്നോളാം, നിങ്ങൾ തിരുമ്മിയൊന്നും തരണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നയന ബെഡിൽ കയറി അങ്ങ് കിടക്കുവാണ് കേട്ടോ. അങ്ങനെ ആദർശ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അപ്പോൾ ആദർശിന് മനസ്സിലായി ഇനിയിപ്പോൾ ഇവളോട് ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, കിട്ടൂല, ഒരു ഉത്തരവ് കിട്ടൂല എന്ന് മനസ്സിലായി. അങ്ങനെ ആദർശ് പിന്നെയും ലാപ്ടോപ്പ് എടുത്ത് ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നയന മനസ്സിൽ വിചാരിക്കുകയാണ്, എന്നോട് എന്തായാലും സ്നേഹവും കരുതലൊക്കെ ഉണ്ട്, അതുകൊണ്ടല്ലേ ആദർശേട്ടൻ ഞാൻ എവിടെ പോയി എന്തിനു പോയി എന്നൊക്കെ ഉള്ളത് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എന്നോടുള്ള സ്നേഹമൊക്കെ മുത്തശ്ശനൊക്കെ പറഞ്ഞതുപോലെ ആദർശേട്ടന് പതി ഉണ്ടായി തുടങ്ങുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ച സന്തോഷത്തിൽ നയന അങ്ങ് കിടക്കുകയാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് കനകദുർഗയും ജലജയാണ്. കനകദുർഗയ്ക്ക് ഇട്ടൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ജലജ റൂമിലോട്ട് കയറി വരികയാണ് കേട്ടോ. എന്നിട്ട് കനകയുടെ ബാഗ് തുറന്ന് കനകയുടെ സാരിയൊക്കെ എടുത്തിട്ട് അതൊക്കെ ഒരു കത്രിക എടുത്തിട്ട് അങ്ങോട്ട് കീറി വയ്ക്കുകയാണ്. എന്നിട്ട് ജലജ പറയാണ്, ഇനി നീ എങ്ങനെ സാരി ഉടുക്കുമെന്നൊന്ന് എനിക്ക് കാണണോടി എന്ന് പറയണം. അപ്പോഴത്തേക്കും കനകദുർഗ റൂമിലേക്ക് വരികയാണ്. അപ്പോൾ റൂമിലേക്ക് വരുമ്പോഴത്തേക്കും ജലജ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്, കാലിലും കയ്യിലൊക്കെ ക്രീമൊക്കെ പറ്റുകയാണ്. അപ്പോഴത്തേക്കും കനകദുർഗ ചോദിക്കും, എന്താണ് ഇന്ന് വലിയൊരു സന്തോഷം? അപ്പോഴത്തേക്കും ജലജ പറയും, ഒന്നുമില്ല എന്ന് പറയണം, ഉറങ്ങാനുള്ള പുറപ്പാടാണല്ലേ, എന്തായാലും ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ എന്ന് പറയണം. അപ്പോഴേക്കും ജലജ മനസ്സിൽ പറയാണ്, നീ കുളിച്ചിട്ട് വാ, നിനക്ക് കൊടുക്കാനായിട്ട് സാരിയൊന്നുമില്ലല്ലോ, നീ ഇനി എന്ത് ചെയ്യുമെന്നുള്ളതൊന്ന് കാണണം എന്നും പറഞ്ഞാണ് ജലജ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് കേട്ടോ.